നിഖിലയ്ക്ക് പൊതുവെ ഒരു തഗ് ഇമേജ് ഉണ്ടല്ലോ, അതായത് ഓഫ് സ്ക്രീനിൽ. അതായത് ഇപ്പൊ ഒരു ആങ്കറിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഡബിൾ തോട്ടൊക്കെ വരും, അതായത് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ പോർത്തൊഴിലിന്റെ പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു മാധ്യമ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, നീ ചോദിക്കുന്നില്ലേ ചോദിക്കുമ്പോൾ ഇല്ല, ചിലപ്പോൾ എയറിലാക്കിയ പിന്നെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നാണെങ്കിലും അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല എന്നൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലുള്ള സാധനങ്ങള് ഉറപ്പായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ. അതിനെ എങ്ങനെയാണ് അത് ഓക്കെ, അത് കുഴപ്പമില്ല, ആ ഇമേജ് കുഴപ്പമില്ല, അങ്ങനെ ആ രീതിയിലാണോ കാണുന്നത്? ഒട്ടും കൺസേൺ അല്ലാത്ത രീതിയിലാണോ കേട്ടോ? അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കിട്ടുന്നത്. ഇത്രയും നേരം അഖിൽ ചോദിക്കുന്നതിന് എനിക്കൊന്നും തിരിച്ച് പറയാനുള്ളതില്ല. എസ്പെഷ്യലി ഓൺലൈൻ മീഡിയയ്ക്ക് അവരുടെ കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് അവരെടുക്കുക. എല്ലാവരും സന്തോഷത്തിലൂടെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അവർക്ക് ആവശ്യം കണ്ടന്റ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടുന്നതും ഇതാണെന്നുള്ളത് കൊണ്ടാണ് അവർ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ റെഡി ആവുന്നത്. ഞാൻ ഭയങ്കര ഫണ്ണൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വരുമ്പം ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ആ സിനിമയെ പറ്റി സംസാരിക്കാനാണ്. ഒരു ഓൺലൈൻ മീഡിയ ആൾക്കാരും ഒരുപാട് സിനിമയെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീല അവർക്ക് ആവശ്യം ഈ പറയുന്നത് പോലെ എന്തെങ്കിലും എന്താ പറയാ, റാപ്പിഡ് ഫയർ റൗണ്ടുകളോ അല്ലെങ്കിൽ നമ്മൾ മണ്ടത്തരം പറയുന്നത് എങ്ങനെയെങ്കിലും ക്യാപ്ചർ ചെയ്യുന്നതോ എനിക്ക് അതിന് നിന്നു കൊടുക്കാൻ തോന്നാറില്ല. അതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. എനിക്ക് അങ്ങനെ ഒരു മണ്ടൻ ഇമേജിൽ പുറത്ത് വരിക എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ആ ഇമേജ് എനിക്ക് ഇഷ്ടമല്ല. പുറത്ത് വരിക എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ആ ഇമേജ് എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഒരു ഭയങ്കര ക്യൂട്ട്നെസ് ഇടുന്ന ഒരാളായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ ഞാൻ മണ്ടത്തരം പറയാൻ നിൽക്കില്ല. എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ലാത്തതുപോലെ ഇരിക്കും. ഇതിലാണ് നമുക്ക് റീച്ച് ഉണ്ടാവുക നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് നിങ്ങൾ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരാവശ്യവും ഇല്ലാതെ മീൻസ് ഞാനാണ് അതിനകത്ത് എഫക്റ്റഡ് ആവുക. അപ്പൊ എനിക്കതിൽ താല്പര്യമില്ല. ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടായിരിക്കും ആൾക്കാർക്ക് കുഴപ്പം. ഇത് വെച്ചാണ് നിങ്ങൾ ഓഡിയൻസ് നമ്മളെ ജഡ്ജ് ചെയ്യുക. സോ ആ ഒരു സ്വഭാവത്തിലേക്ക് ഇന്റർവ്യൂവേഴ്സ് എന്നെ കൊണ്ടുപോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത് ഞാൻ കല്യാണം കഴിക്കാത്തത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം എന്താ സംഭവിക്കാത്തത്, ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ മീഡിയ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ഇല്ലാത്ത കാര്യമാണ്. ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പറയുന്ന ഇൻവൈറ്റഡ് ഗസ്റ്റുകൾ വരുന്നത് നിങ്ങൾക്ക് എടുക്കാം, അവർ പോകുന്നത് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആ പറയുന്ന സിനിമയെ പറ്റിയുള്ള റിവ്യൂ നിങ്ങൾക്ക് എടുക്കാം. ഇതാണ് നിങ്ങളുടെ ലിമിറ്റ്. അല്ലാതെ അവരെവിടെയെങ്കിലും പോയി ആരോടും സംസാരിക്കുന്നതോ അവരാരെങ്കിലും ഹഗ് ചെയ്യുന്നതോ അവരിവരോട് പോയി സംസാരിക്കുന്നതോ നിങ്ങളുടെ കണ്ടന്റ് അല്ല. 100% ഞാൻ യോജിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്ത് അവരുടെ ഗേൾ ഫ്രണ്ടുമായിട്ട് സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞ സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവർ വീഡിയോ എടുക്കാൻ വന്നിട്ട് അപ്പോൾ ഇവർ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു ഞങ്ങൾ മീഡിയ ആണ് അറിയാലോ എന്ന് പറഞ്ഞു. അപ്പം എന്താണ് അങ്ങനെ, എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവും. നിങ്ങൾ മീഡിയ ആണ്, അല്ലാണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയൊന്നും അല്ലല്ലോ. നിങ്ങൾ മീഡിയ ആണ്, അല്ലാണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയൊന്നും അല്ലല്ലോ. നമുക്ക് നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും വിടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയും നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാണ്ടായി പോകുന്ന മീഡിയയുടെ മുമ്പിലാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. ഞാൻ പോകുന്നു. ബൈ ബൈ.